ഇത് ഹാൽക്കം ഡിയർ പാർക്കാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ നമ്മുടെ വാഷിംഗ്ഹാം ചർച്ചിൽ പോയിട്ട് ഹാൽക്കം ഡിയർ പാർക്കിലോട്ട് വന്നതാണ്. ഡിയർ പാർക്കിലെ കാഴ്ചകളൊക്കെ കാണാം. എൻ്റെ അച്ഛനാണ് നമ്മുടെ ബ്ലോഗർ കേട്ടോ. നവംബർ ആദ്യ മാസം എടുത്തതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അത്ര കട്ടിയായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. എന്തോ സൈക്കിളോ? അയ്യടാ, സൈക്കിള് നമുക്ക് നടന്നു വെച്ചാൽ മതി. കുട്ടികളുമായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഹാൽക്കം ഡിയർ പാർക്ക്. കുറേയധികം ഡിയേഴ്സിനെ കാണാം, കുട്ടികൾക്ക് കുറേയധികം ചാടി മറിഞ്ഞ് നടക്കുകയും ചെയ്യാം. അതുപോലെ നല്ലൊരു പാർക്കും ഉണ്ട് അവർക്ക് കളിക്കാൻ. ഹാൽക്കം ഹാളും അതിനു മുമ്പുള്ള ലാൻഡ്സ്കേപ്പും അടിപൊളി വ്യൂ ആണ്. ജസ്റ്റിനും ഷെനിയും ചിച്ചുവും ഐഡയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. ജസ്റ്റിൻ്റെ നടുപിടിക്കലായിരുന്നു പ്രധാന ഹോബി പിള്ളേരുടെ. ഹാൽക്കം ഹാൾ കാണാനുള്ള ആഗ്രഹം ഞങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയി അതിൻ്റെ ഫെയറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. 18 പൗണ്ടാണ് അഡൽട്ട്സിന്, കിഡ്സിന് 2 പൗണ്ടുമായിരുന്നു. പക്ഷേ അവരൊരു സജഷൻ പറഞ്ഞു, ക്രിസ്മസിനാണെങ്കിൽ നല്ല ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും, ഫുള്ള് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കുട്ടികൾക്ക്, ഭയങ്കര ബ്യൂട്ടിയാണ്, ക്രിസ്മസിൻ്റെ എല്ലാ ലൈറ്റ്സും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ ക്രിസ്മസിലേക്ക് അത് മാറ്റി വെച്ചു. ഓടിക്കോ ഓടിക്കോ, പപ്പനെടുത്താണോ? പപ്പനെടുത്താണോ ഓടുന്നേ? കുട്ടി ആണോ? എന്നോ? അയ്യോ എൻ്റെ ദൈവമേ. ഓടി പൊക്കടാ പൊക്കടാ. പപ്പയുണ്ട് പപ്പയുണ്ട് പപ്പയുണ്ട്. ഏ എന്നാടാ? 18-ാം നൂറ്റാണ്ടിൽ പണിത വാസ്തുശില്പമാണ് ഹാൽക്കം ഹാൾ. ഇത് തികച്ചും ഒരു ഗ്രാമീണ വീടായിരുന്നു. ലെസ്റ്ററിലെ പ്രഭുവായ തോമസ് കോക്കിനായി നിയോ പല്ലാഡിയൻ സ്റ്റൈലിൽ നിർമ്മിച്ച വീടാണിത്. ആർക്കിടെക്ട് വില്യം കെന്റാണ് ഈ വീട് നിർമ്മിച്ചത്. പല്ലാഡിയൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമാണ് ഹാൽക്കം ഹാൾ. കുറച്ചു നേരം ഞങ്ങളവിടെ കറങ്ങി നടന്നപ്പോഴത്തേനും കുട്ടികൾക്കെല്ലാം പാർക്കിൽ പോകണം എന്നായി. എന്നാൽ പിന്നെ നേരെ പാർക്കിലേക്ക് പോയേക്കാന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. ഇതൊരു സൈക്കിൾ റെൻ്റൽ ഹോമാണ്. ഇവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിനെടുത്ത് ഫുൾ ഡേ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണ്ടിട്ടാണ് ആൻ്റെ അച്ഛൻ പപ്പ സൈക്കിൾ എടുക്കുന്ന പറഞ്ഞ് അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വന്നപ്പോഴേ. ഹാൽക്കം പാർക്ക് അത്ര വലിയതൊന്നുമല്ല, എന്നാലും വളരെ രസമാണ്. കുട്ടികളുടെ സാഹസികതയൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും എന്തോ വലിയ അഡ്വഞ്ചറസ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നൊരു സന്തോഷം അവർക്ക് നൽകുന്നതും ഒക്കെയാണ്. Go, go, go. Good job, keep going. Good job. Good job. നമ്മളെ വലയ്ക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇതുവഴിയാണ് പുറത്തോട്ട് വരുന്നത് എന്ന ഒരു ഐഡിയയും കിട്ടിയാല. എവിടെയെങ്കിലും നോക്കിയിരുന്നോണം, കാരണം തെറ്റിയ ഇതുവഴിയാണ് പോകുന്നതെന്നും അറിയത്തില്ല. Okay, cool, cool. Go, go, go.
ഞാനാണെങ്കിൽ ഇട്ടിച്ചൻ ഈ വഴിക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് ഇതിലും നോക്കിയിരിക്കുക. എന്നാൽ ഇട്ടിച്ചൻ പോയത് വേറെ വഴിക്ക്. നമ്മുടെ കിളി കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പറന്നു പോകുമെങ്കിലും കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. Okay, cool. Go. Go. Aida എന്ത്? ഇത് കേറി. Aida കേറി. Aida മോനെ. Aida. Okay. ഇവിടെ climb ചെയ്ത്. കേറി. Come on, Chichu. Very good. Oh, yep. Come on. Bruno. Understand. No. Wait. There, bike. Okay. You know, guys, climb up. Up. I don't want to. Carry it right too. Yep, go. Aida, Chichu. Aida, come. Swing. Aira. Come. This way. Aida. Go. All about. Oh, illa, there. No, Anisha. No. Okay. Body. Okay, 1, 2, 3. Come on, da. Amma, ഇത് പിടിച്ചേ. എനിക്ക് അവിടെ. Okay. ഒരു വികാരമില്ല. ചിച്ചുമണി ഇങ്ങോട്ട് പോകും കൊച്ചിനെ കാലുമൊക്കല്ലേ ചിച്ചു? കളി അത്ര മതിയേ. ഇട്ടിച്ചക്കണ്ട ഒരു വികാരമില്ല ടീച്ചറ്. വീട്ടിൽ കുഞ്ഞു തെറിച്ചു, ബേബി തെറിച്ചു കൂടാ. ഒരു ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ. Cool, buddy. Cool.
എനിക്ക് ക്ലൈംബ് ചെയ്യണത് അങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറാം കേട്ടോ. അതുകൊണ്ട് അവിടെ ക്ലൈംബ് ചെയ്ത് വരുന്നുണ്ട് കുട്ടി. എല്ലാവരും നോക്കി ചിച്ചു. ചിച്ചു ഇങ്ങോട്ട് നോക്കിയേ. ഇതാരുടെ ക്യാപ്പ്? നമ്മുടെ അല്ല ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ അഡൽസിന് ട്രീ റോപ്പ് വേ ക്ലൈമ്പിങ്ങും ഉണ്ട്. 12 വയസ്സിന് മേളിലുള്ള കുട്ടികളെ മാത്രമേ അവിടെ അനുവദിക്കുന്നുള്ളൂ. വളരെ സാഹസികത നിറഞ്ഞ കാര്യമാണത്. കളിയും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ വണ്ടി തിരിച്ചു. ഡിയർ പാർക്കിൽ വന്നിട്ട് ഡിയറിനെ കണ്ടില്ലല്ലോ എന്നൊരു വിഷമത്തോടെയായിരുന്നു വണ്ടി തിരിച്ചത്. പക്ഷേ ഞങ്ങൾ വണ്ടി ഇറക്കി കഴിയുമ്പോഴത്തേന് കൂട്ടമായിട്ട് ഒരുപാട് ഡിയേഴ്സ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ആൽക്കഹാൾ എപ്പോഴും നല്ലൊരു വൈബാണ്, നല്ലൊരു എൻജോയ്മെൻറ്റ്. പിള്ളേർക്കെന്നെ കളിക്കാനും നടക്കാനും ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. ഒരുപാട് ഡിയേഴ്സ് ഉണ്ട് അവിടെ, ഒരുപാട് ഡിയേഴ്സ്. നമുക്ക് അതിങ്ങളുടെ അടുത്തൊക്കെ പോകാം. ചില സമയത്ത് അതുങ്ങളെല്ലാം നമ്മുടെ അടുത്ത് വരും. ഈവനിങ് സമയമാകുമ്പോഴത്തേനും എല്ലാം കൂടെ കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരും. ഇനിവേ ഞങ്ങൾ മടുത്തുകൊണ്ട് പയ്യെ അവിടെ നിന്ന് വിട്ടു. നല്ല രസം കേട്ടോ, നമ്മുടെ ഈ റോഡുകളും നല്ല രസം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ.
എന്നാ വൈബാ നോക്കി. സായാഹ്ന സൂര്യൻ്റെ ആ പ്രകാശവും ആ ചെറിയ റോഡും ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഫീലിംഗാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. താങ്ക് യു.